ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IoT നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ആണ്. സോ ജസ്റ്റ് IoT നെറ്റ്വർക്ക് ആർക്കിടെക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ ടു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, 1 by 1 ആയിട്ട്. സോ ഇതിനെ ബേസ് ചെയ്തൊരു 7 പോയിന്റ് ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. The IoT connect devices, sensors, application and data through a layered architecture to enable seamless communication and operation. എന്താ പറയുന്നത്, നമ്മുടെ IoT അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഈ പറയുന്ന ഡേറ്റാനെ ആയാലും ഡിവൈസസിനെ ആയാലും സെൻസേഴ്സിനെ ആപ്ലിക്കേഷനെയൊക്കെ ലെയേർഡ് ആർക്കിടെക്ചർ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ലെയർ ആയിട്ടിരിക്കുന്ന ആർക്കിടെക്ചർ. അപ്പം അങ്ങനത്തെ ഒരു ആർക്കിടെക്ചറിലാണ് എന്ത് പറയുന്നത്, ഈ ഡിവൈസസും സെൻസേഴ്സും ഡേറ്റാസും ഒക്കെ പരസ്പരം കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്യുമ്പോൾ വഴി എന്താ സംഭവിക്കുന്നത്, ടു ഇനേബിൾ സീംലെസ് കമ്മ്യൂണിക്കേഷൻ. അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലേ ഈ ഡേറ്റാസും ഡിവൈസസും ആപ്ലിക്കേഷൻ്റെ ഇടയിൽ. അപ്പോഴത്തേനും എന്ത് നടക്കും, ഓരോ ഓപ്പറേഷൻ നടക്കും. അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയേ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ആർക്കിടെക്ചർ സെർവ് ആസ് എ ഫ്രെയിംവർക്ക് ഫോർ ഓർഗനൈസിങ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് IoT സിസ്റ്റം അക്രോസ് ഡൈവേഴ്സ് ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ ഉണ്ടാക്കിയ IoT സിസ്റ്റം എന്താ, ഒരുപാട് ആപ്ലിക്കേഷൻ, പല രീതിയിലുള്ള ആപ്ലിക്കേഷന് വേണ്ടിയും ഇൻഡസ്ട്രീസിനും അല്ലെങ്കിൽ ഓരോ ഡിവൈസസിനും വേണ്ടി ഒരു ഫ്രെയിംവർക്കായിട്ട് എന്ത് ചെയ്യാം, ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായ, നമ്മൾ ഉണ്ടാക്കിയ IoT ആർക്കിടെക്ചർ എന്താ, ഏത് ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് IoT ആർക്കിടെക്ചർ സെർവ് ആസ് എ ഫ്രെയിംവർക്ക് ഫോർ ഓർഗനൈസിങ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് IoT സിസ്റ്റം. നമ്മുടെ IoT സിസ്റ്റത്തിനെ ഓർഗനൈസ് ചെയ്യാനും അതിനെ പല IoT സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും അക്രോസ്. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒരുപാട് ആപ്ലിക്കേഷൻസിലും ഇൻഡസ്ട്രീസിലും ഡിവൈസസിലും ഒക്കെ യൂസ് ചെയ്യാം. ഈ പോയിന്റും ക്ലിയർ ആയേ. മൂന്നാമത്തെ പോയിന്റ്, IoT architecture is enabling data processing, supporting IoT functionalities and enhancing interaction between end-point devices and their application. എന്താണ്, IoT ആർക്കിടെക്ചർ ഡേറ്റായിനെ പ്രോസസ്സ് ചെയ്യാനും IoTയുടെ ഫങ്ഷണാലിറ്റീനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഓരോ ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ, എൻഹാൻസ് ചെയ്യാനും അതിലുപരി അവരുടെ ആപ്ലിക്കേഷൻസ് എൻഹാൻസ് ചെയ്യാനും സഹായിക്കുന്നു. എളുപ്പമല്ലേ. അതെന്താ, IoT ആർക്കിടെക്ചർ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നു, അതുപോലെ IoTയുടെ ഫങ്ഷണാലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നു. എൻഡ് പോയിൻറ്റ് ഡിവൈസസ് മീൻസ് ഓരോ എൻഡിലും ഇരിക്കുന്ന ഡിവൈസസിൻ്റെ കമ്മ്യൂണിക്കേഷനും അവരുടെ ആപ്ലിക്കേഷനും എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നു. ഇനി എന്താ പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ് സ്കെയിലബിലിറ്റി, എഫിഷ്യൻസി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻ IoT ഡിപ്ലോയ്മെൻറ്റ്. എളുപ്പമല്ലേ. ഒരു IoT ഡിവൈസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ മീൻസ് അത് എന്താ, ഇറക്കുന്ന ടൈമിൽ അത് സ്കെയിലബിലിറ്റി ആയാലും അത് എഫിഷ്യൻസി ആയാലും ഒരു സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 4 പോയിന്റ് ക്ലിയർ ആയേ. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് അഡ്രസ് ഇൻ്റർഓപ്പറബിലിറ്റി ഇഷ്യൂസ് ഇൻ IoT എക്കോസിസ്റ്റം. ഇൻ്റർഓപ്പറബിലിറ്റി എന്താണെന്ന് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ, പരസ്പരം ഓപ്പറേറ്റ് ചെയ്യുക. ഞാനൊരു സ്വിച്ച് ബോർഡിൻ്റെയും ചാർജറിൻ്റെയൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർഓപ്പറബിലിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യും IoTയിൽ. ഓക്കെ, അതായത് ഈ ഇൻ്റർഓപ്പറബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം നമ്മൾ ഒന്നുമില്ല, ഒരു സ്വിച്ച് ബോർഡും ഒരു ചാർജറും എടുക്കാം. രണ്ട് കമ്പനി ആയിരിക്കും അല്ലേ. സ്വിച്ച് ബോർഡിൻ്റെ കമ്പനി വേറെ ആയിരിക്കും, ചാർജറിൻ്റെ കമ്പനി വേറെ ആയിരിക്കും. പക്ഷേ അവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ലേ, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അവരുടെ ഡേറ്റാസ് പാസ് ചെയ്യുന്നത് മീൻസ് രണ്ട് കമ്പനി ഉണ്ടാക്കിയ സാധനമാണ്, രണ്ട് ഫങ്ഷണാലിറ്റി ഉള്ളതാണെങ്കിൽ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. അതിനെയാണ് ഓപ്പറബിലിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായാലും ഈ IoT ആർക്കിടെക്ചർ എന്ത് ചെയ്യുന്നു, അത് അഡ്രസ്സ് ചെയ്യുന്നു. ഇനി എന്താ, എൻഷുർ ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ IoT കമ്പോണൻസ്. ഇതിന് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. IoT കമ്പോണൻസിൽ ഡേറ്റ സെക്യൂരിറ്റി, പാസ് ചെയ്യുന്ന ഡേറ്റ സെക്യൂറും ആയിരിക്കും, അതുപോലെ റിലയബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആയിരിക്കും. ഓക്കെ, ഇനി ഒന്നുമില്ല, നമ്മുടെ IoTനെ ബേസ് ചെയ്ത് 2 പ്രോമിനൻ്റ് ആർക്കിടെക്ചർ ഉണ്ട്. ഒന്നാമത്തെ ആർക്കിടെക്ചറിൻ്റെ പേരാണ് 1M2M സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. രണ്ടാമത്തെ ആർക്കിടെക്ചറിൻ്റെ പേരാണ് IoT വേൾഡ് ഫോർ ആർക്കിടെക്ചർ. അതിന് IoTWF എന്ന് പറയും. ഓക്കെ, ഇതും കൂടെ ഉള്ളു. ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ IoT നെറ്റ്വർക്ക് ആർക്കിടെക്ചറിൻ്റെ 7 പോയിൻറ്റ്സും സിമ്പിളാണ്. അപ്പോൾ ഇതിൽ ഏതൊരു ആർക്കിടെക്ചർ എക്സാമിന് ചോദിച്ചാലും ഫസ്റ്റ് 6 പോയിൻറ്റ്സ് എഴുതിയതിന് ശേഷമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാവൂ, എന്നാലേ ISAക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.